കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അവർ വ്യത്യസ്തമായിട്ട് അങ്ങനെ ഓരോ തരംതിരിച്ച് ജീവിക്കുന്ന കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ പണക്കാരായിട്ടുള്ള ആളുകൾ വേറെ സ്ഥലത്തായിരിക്കും, പൈസ ഇല്ലാത്തവർ വേറെ സ്ഥലത്തായിരിക്കും. ഇങ്ങനെയൊക്കെ തരംതിരിച്ച് ജീവിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെ ബഹുജനവിദ്യ വളരെ സന്തോഷത്തോടു കൂടിയിട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒക്കെ പോകുന്ന ആ ഒരു ജീവിത രീതി നമുക്ക് മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ സൗകര്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാകും. ഇപ്പോൾ നമ്മുടെ നാഷണൽ SKSFൻ്റെ കീഴിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സത്താർ ബന്ധുൽ അവരൊക്കെ അവിടെ പോകുന്നതാണ്, അവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയും നമ്മളെ ആളുകൾ അംഗീകരിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാ തലത്തിലും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാക്കി തന്നത് സമസ്തയുടെയൊക്കെ ആ ദീർഘവീക്ഷണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് യഥാർത്ഥ ഇസ്ലാം ലഭ്യമാക്കുവാനും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സഹകരിക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാനും ഉമറാക്കളുമായിട്ടുള്ള ആ ബന്ധം ഒക്കെ വളരെ ഞാനൊരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ, അല്ലെങ്കിൽ ഞാനൊരു നാട് പ്രമാണിയാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ അവർ തമ്മിലുള്ള ഐക്യം, സ്നേഹം, പരസ്പരം വീടുകളിലേക്ക് ക്ഷണിക്കലും അതുപോലെ തന്നെ എല്ലാത്തിലും സഹകരിച്ചു കൊണ്ട് പള്ളിൻ്റെ ആവശ്യമാവട്ടെ അല്ലെങ്കിൽ നാടിൻ്റെ മറ്റുള്ള ആവശ്യങ്ങളാവട്ടെ എല്ലാത്തിലും നമ്മൾ ഒരുമിച്ച് പോകുന്ന ആ ഒരു രീതി. അപ്പം ഇതൊക്കെ നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതും ഇന്നും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കുവാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ സമസ്തയുടെയൊക്കെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഗൾഫിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏത് GCCയിൽ എവിടെ പോയാലും നമ്മുടെ സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രവർത്തനങ്ങളാവട്ടെ എല്ലാം നമ്മുടെ SKSFൻ്റെ പ്രോഗ്രാമുകളാവട്ടെ, ഇസ്ലാമിക് സെൻറ്റർ, SYS, ഇതിൻ്റെയൊക്കെ നമ്മുടെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളും GCC രാജ്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മറ്റുള്ള സ്റ്റേറ്റിൽ, ഒരു കർണാടകയിലുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു കൂട്ടായ്മ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളോ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാൻ സാധിക്കാറില്ല. അവിടെയുള്ള ആളുകളും വളരെ തുച്ഛമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളതിൻ്റെ റീസണ് നമുക്ക് മദ്രസ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ആ കാലഘട്ടത്തിൽ ലഭിച്ചത്.